ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എവിടെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ വന്നിട്ട് 2 ദിവസമായി. ഇപ്പൊ ഞാൻ കൊല്ലത്താണുള്ളത്. ഏട്ടൻ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് അന്ന് തന്നെ പോയി കേട്ടോ. ഏട്ടൻ ഇനിയിപ്പൊ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ചാനലില് എന്റെ കൊല്ലത്തെ വിശേഷങ്ങളും കൊല്ലത്തെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ പോകുന്നതെല്ലാം ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും എല്ലാ ദിവസത്തെ വീഡിയോയും ഷോർട്സും ഒക്കെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോസ് കുറെ പേര് കാണുന്നുണ്ട്, ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് സങ്കടം ഉണ്ടായിരുന്നല്ലേ. ഓക്കെ, അപ്പം ഇന്ന് വീഡിയോയുടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നാളെ എന്റെ അനിയത്തിയുടെ പറ കുഞ്ഞാടെ ഒരു ചടങ്ങുണ്ട്. അപ്പൊ അവിടെ പലകാരൊക്കെ ആയിട്ട് പോകണം. അപ്പൊ ഇവിടെ കുറച്ച് അടുക്കിപ്പറക്കലൊക്കെ ഉണ്ട്. അപ്പൊ നാളെയാണ് ചടങ്ങ്. അപ്പൊ ഇവിടുത്തെ അടുക്കിപ്പറക്കൽ കഴിഞ്ഞിട്ട് വേണം നാളെ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ തൊട്ടമ്പലത്തില് കുടം കയറിയിട്ടുണ്ട്. അതിന്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ എന്താ പറയാ ചെയ്യാൽ, ഇവിടെ അമ്പലത്തിൽ കൊടി കയറിയിട്ടുണ്ട്. ഇവള് പറഞ്ഞ കേട്ടോ, അമ്പലത്തിൽ കുട കയറിയത്. അമ്പലത്തിൽ കൊടി കയറി. അപ്പം ഇവിടെ മറ്റേ മൈക്ക് സെറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുത്തെ തെങ്ങയിലാ കൊണ്ടുവച്ചേക്കുന്നത്. അതാ ഈ പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അടുക്കിപ്പറക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. പുറത്തോട്ടൊക്കെയുള്ള പോകുന്ന വീഡിയോസ് ഒക്കെ എന്തായാലും ഏട്ടൻ വന്നിട്ട് എടുക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് എടുത്തു തരാനും ആള് വേണം, പിന്നെ ഏട്ടൻ വന്നാലേ പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. പോകും നമ്മൾ ഇവിടെയൊക്കെ, പക്ഷെ ഇവരെയും കൊണ്ട് കുറച്ച് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഏട്ടനും കൂടെ വരണം. വണ്ടി ഇല്ല കേട്ടോ ഇവിടെ. അപ്പൊ ഏട്ടന് വണ്ടിയായിട്ട് വന്നിട്ടൊക്കെ നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ അമ്മ ഇവിടെ അടുക്കിപ്പറക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അകത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. അതിനു മുമ്പ് ഞാൻ ചുമ്മാ എന്റെ വീടിന്റെ കുറച്ച് പരിസരങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഹോം ടൂർ ഒന്നും ചെയ്യുന്നില്ല, എന്നാലും ചുമ്മാ നമ്മൾ താമസിക്കുന്ന വീടിന്റെ പരിസരങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെ ഇതിലൂടെ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ആദ്യമേ നമ്മളെ വീടിന്റെ കുറച്ച് ഭാഗമൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ തമ്പുവിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോയും പിന്നെ കൊച്ചുവിന്റെ കല്യാണ ഫോട്ടോയും അങ്ങനെയുള്ള കുറച്ച് ടിവിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് അമ്മ. പിന്നെ ഉള്ളതൊക്കെ നമ്മൾ ഷെൽഫിലകത്താണ് വെച്ചേക്കുന്നത്. അതിങ്ങനെ പൊടി അടിക്കുന്നതുകൊണ്ട് അങ്ങനെ അധികം അമ്മ എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല, എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ ഇതാണ് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ റൂമാണ്. അപ്പോൾ അമ്മ അവിടെ അടുക്കി പറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുമ്പോൾ നമ്മളിവിടെ കിടക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ കിടക്കും കേട്ടോ. ഇഷ്ടമുള്ളിടത്ത് ഇങ്ങനെ കിടക്കും, നമ്മളങ്ങനെ എപ്പോഴും വരുന്നില്ലല്ലോ. പിള്ളേരാണെങ്കിൽ കളിയിലാണ്. പിന്നെ അമ്മ പറഞ്ഞു ഇനിയിപ്പം ജോലിക്ക് പോവില്ലേ, അപ്പം അതിന് മുമ്പ് എല്ലാം അടുക്കിപ്പറക്കി അലമാരയൊക്കെ അടുക്കിപ്പറക്കി വെക്കാം. പിന്നെ നാളത്തെ പരിപാടിയും തിരക്കുകളും, ചിലപ്പം അനിയത്തി ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലൊന്നും നടക്കത്തില്ല. അപ്പം ഇന്ന് സമയം കിട്ടിയപ്പോൾ ചെയ്യാമെന്ന് കരുതി അമ്മ അങ്ങനെ എല്ലാം അടുക്കിപ്പറക്കി എല്ലാം വെക്കുകയാണ്. നാളെ അപ്പൊ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നാളെ പോകുന്നത്. അപ്പൊ രാവിലെ എന്തെങ്കിലും എല്ലാവരും വരുമ്പോഴത്തേക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അതിൻ്റെ ഉള്ള കാര്യങ്ങളും എല്ലാം വൈകുന്നേരം അച്ഛൻ മേടിച്ചുകൊണ്ടൊക്കെ വരത്തുള്ളൂ. അപ്പൊ അലമാരയെല്ലാം അമ്മ തൂത്തൊക്കെ കഴിഞ്ഞു, റൂമൊക്കെ തൂത്തുവാരി തുടച്ചു. അതെല്ലാം അമ്മ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അലമാര കുറച്ചും കൂടെ പണി എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ അവസാനം താഴേക്ക് ഇരിക്കുന്ന ഞങ്ങളുടെ ഉടുപ്പാണ്. ഇതാണ് അവസാനം അടുക്കിപ്പറക്കി എൻ്റെ ലാസ്റ്റ് റിസൾട്ട്. അമ്മ ഒറ്റയ്ക്കാട്ടോ ഇതെല്ലാം അടുക്കിപ്പറക്കി വെച്ചത്. മുകളിൽ കുറച്ച് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അച്ഛൻ്റെ ഷർട്ട്, ഇവിടെ പിന്നെ കുറച്ച് ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അമ്മയുടെ സാരിയും ബ്ലൗസും ഒക്കെയാണ്. കുറേ സാരി ഉണ്ടായിരുന്നു കേട്ടോ, കുറേയൊക്കെ ആർക്കും അമ്മ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സെല്ലാം താഴെ ഒരു ഷോപ്പറിലിട്ട് വെച്ച്, ഞങ്ങൾ വല്ലപ്പോഴല്ലേ വരത്തുള്ളൂ. പിന്നെ റൂമെല്ലാം ഒന്ന് തൂത്തുവാരി തുടച്ചു, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടു. പിന്നെ അമ്മ വീട്ടിലിടുന്ന ഡ്രസ്സും പിന്നെ അല്ലാതെ കുറച്ച് അത്യാവശ്യം എടുക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം കൂടെ ഈ ഒരു വോളില്ലേ അവിടെയായിട്ടാണ് വെക്കുന്നത്. ഈ ഒരു ഷോപ്പ് കേഴ്സിനകത്തായിട്ടാണ് വെക്കുന്നത്. അവിടെ ചില്ലൊന്നും ഇട്ടിട്ടില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് കിടക്കാണ് കേട്ടോ. പിന്നെ അടുക്കളയിലും കുറച്ച് പാത്രമൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു, നാളെ റൈസൊക്കെ വെക്കാനുള്ള. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അച്ഛൻ വന്നു. നാളെ കൊണ്ടുപോകാനുള്ള പലഹാരമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തുകൊണ്ട് വന്നു. പിന്നെ പിള്ളേർക്ക് മിഠായി വാങ്ങി, ബിരിയാണിക്കുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ അമ്മ ഒന്ന് അടുപ്പിച്ച് വെച്ചു നാളെ എടുക്കാൻ പാകത്തിനായിട്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ ശേഷം അമ്മ പിന്നെ തുടയ്ക്കാനായിട്ട്, അതായത് ഹോളും സിറ്റൗട്ടും തുടച്ചില്ലായിരുന്നു, അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ നാളെ നമുക്ക് രാവിലെ പണിയൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് അവരെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.